ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ലിക്വിഡിറ്റി റേഷ്യോസ് ആണ് ആദ്യം ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോസ് എന്നുകൂടി അത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസ് ആർ യൂസ്ഡ് ടു മെഷർ ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനായിട്ടും ഷോർട്ട് ടേം സോൾവൻസി പൊസിഷൻ ഓർ ലിക്വിഡിറ്റി പൊസിഷൻ അറിയാനായിട്ടും വേണ്ടിയിട്ടാണ് ലിക്വിഡിറ്റി റേഷ്യോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് വെച്ചാൽ ഷോർട്ട് ടേം ലയബിലിറ്റീസ് അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോർട്ട് ടേം ലയബിലിറ്റീസ് എത്രത്തോളം നമുക്ക് പേ ഓഫ് ചെയ്ത് തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡെപ്റ്റ് പേയിങ് എബിലിറ്റി ഓഫ് എ ഫേം, അല്ലെങ്കിൽ ഷോർട്ട് ടേം ഡെപ്റ്റ് പേയിങ് എബിലിറ്റി ഓഫ് എ ഫേം മനസ്സിലാക്കാനായിട്ടാണ് ലിക്വിഡിറ്റി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസ് ഏതൊക്കെ റേഷ്യോസ് ആണെന്ന്, ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി റേഷ്യോസ് ആർ കറൻറ്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, സൂപ്പർ ക്വിക്ക് റേഷ്യോ എക്സെട്ര. ഫസ്റ്റ് നോക്കുന്നത് കറൻറ്റ് റേഷ്യോ തന്നെയാണ്. കറൻറ്റ് റേഷ്യോ ഇസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ റേഷ്യോസ്. ഇറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1891. Current ratio is defined as the ratio of current asset to current liabilities. That means it shows the relationship between current asset and total current liabilities. It is also known as working capital ratio or banker's ratio. It can be mathematically expressed as current ratio equals current assets divided by current liabilities. റേഷ്യോസ് പഠിക്കുക, ഫോർമുല പഠിക്കുക. ഓക്കെ, റേഷ്യോയുടെ ലിക്വിഡിറ്റി റേഷ്യോസ് അതിന് അണ്ടറിൽ ഏതൊക്കെ വരുന്നു നോക്കുക. കറണ്ട് റേഷ്യോ അതിൻ്റെ ഫോർമുല പഠിക്കുക. അപ്പോൾ ഫോർമുലയിൽ തന്നെ ഉണ്ടല്ലോ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഷോ ചെയ്യുന്ന റേഷ്യോ ആണിതെന്ന്. ഓക്കെ, ദെൻ കോമ്പണൻസ് ഓഫ് കറണ്ട് റേഷ്യോ. Components of current ratio. There are two basic components of current ratio. They are current asset and current liabilities. So important current ratio components are discussed below. നോക്കൂ, കറണ്ട് അസറ്റ്സ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും ഈ ഒരു പോർഷൻ, ഇത് ടെക്സ്റ്റിൽ പ്രോബ്ലത്തിൽ എന്തുണ്ടാവും, ഈ ഒരു കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും മറ്റുമൊക്കെയാണ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് കറണ്ട് റേഷ്യോ ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം കറണ്ട് അസറ്റ് എടുക്കണം, ഏതെല്ലാം കറണ്ട് ലയബിലിറ്റീസ് എടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇത് പഠിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിക്കുക. ദെൻ സ്റ്റാൻഡേർഡ് കറണ്ട് അസറ്റ് കറണ്ട് റേഷ്യോ. നമ്മൾ അക്കൗണ്ടിങ് റേഷ്യോസിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറഞ്ഞിരുന്നു എല്ലാ റേഷ്യോസിനും സ്റ്റാൻഡേർഡ് റേഷ്യോസ് ഉണ്ടാവും. അതായത് ഓരോ റേഷ്യോസിനും ഇന്നതാണ് സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന് യാതൊരു സ്റ്റാൻഡേർഡും ഇല്ല. അതായത് IFRS പ്രകാരമോ മറ്റു ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രകാരമോ ഒന്നും ഉണ്ടാക്കിയിട്ടുള്ളതല്ല. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ എല്ലാ റേഷ്യോസിനും ഉണ്ട്. അപ്പോൾ അങ്ങനെ കറണ്ട് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. Okay, 2:1 ആണ്. It is considered as 2:1 is considered as satisfactory or ideal level for current ratio. Okay, that means 2 indicates current assets and 1 indicates for liabilities. Then significance of current ratio. എന്തിനാണ് current ratio? നോക്കൂ, current ratio indicates the firm's capacity to pay its current liabilities in time. ഷോർട്ട് ടേം ലയബിലിറ്റീസ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് ടൈമിന് സെറ്റിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ കമ്പനിക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് കറണ്ട് റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് തുടർന്നുള്ള ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം വായിച്ച് നോക്കുക. ദെൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കറണ്ട് റേഷ്യോ. എങ്ങനെയാണ് ഒരു ഫേമിൻ്റെ കറണ്ട് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം അതിനെ എങ്ങനെ അനലൈസ് ചെയ്യാം, ഇൻ്റർപ്രിറ്റ് ചെയ്യാം, മനസ്സിലാക്കാമെന്നുള്ളതാണ്. ഹൈ current ratio is an indication that the firm is liquid and has the ability to pay its current obligations and when they become due. ഹൈ കറണ്ട് റേഷ്യോ ആണെങ്കിൽ എന്താണ് അവസ്ഥ? നല്ല കാര്യമാണത്. അതായത് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഷോർട്ട് ടേം ഡെപ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് പേ ഓഫ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, A very high current ratio indicates too much money is blocked in current assets.
അതുകൂടിയുണ്ട്. അതായത് ഹൈ റേഷ്യോ ഷോ ചെയ്യുന്നത് ഇറ്റ്സ് ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി വളരെ നല്ലതാണെന്ന് ആണെങ്കിൽ, വെരി ഹൈ കറണ്ട് റേഷ്യോ ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ടു മച്ച് മണി ഈസ് ബ്ലോക്ക്ഡ് ഇൻ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിൽ ഒരുപാട് പൈസ ബ്ലോക്കായി കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് മനസ്സിലാക്കേണ്ടത്, അതായത് ക്യാഷ് ഐഡിയലായിട്ട് എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ് ഒന്നുമില്ല. കുറേ കറണ്ട് അസറ്റ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ക്യാഷ് ഐഡിയലായിട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ആയിട്ട് സ്റ്റോക്കിലും മറ്റുമൊക്കെ ബ്ലോക്ക്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടെന്നാണ് ഇതിനർത്ഥം. ഇനി വെരി ഹൈ കറണ്ട് റേഷ്യോ ഇംപ്ലൈസ് ഫണ്ട്സ് ആർ നോട്ട് പ്രോപ്പർലി യൂസ്ഡ് ഇൻ ദ ബിസിനസ്. അതുകൂടി അർത്ഥമാക്കുന്നുണ്ട്. ഫണ്ട്സ് കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുകൂടി വെരി ഹൈ കറണ്ട് റേഷ്യോ സൂചിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലോ റേഷ്യോ ആണെങ്കിലോ, അവർക്ക് തീരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ തീരെ മെച്ചപ്പെടാത്ത രീതിയിലുള്ള ലിക്വിഡിറ്റി പൊസിഷനാണ്. ദാറ്റ് മീൻസ് ദേ ഫീൽ ഡിഫിക്കൾട്ട് ടു പേ ഓഫ്, ഡിഫിക്കൽട്ടി ഇൻ പേയിങ് ഡെപ്റ്റ്സ്. അവരുടെ ലയബിലിറ്റീസ് ആൻഡ് ഡെപ്റ്റ്സ് പേ ഓഫ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ലോ കറണ്ട് റേഷ്യോ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ താഴെ തന്നിരിക്കുന്നൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ 1, ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ. ഓരോന്നും എഴുതിയിട്ടുണ്ട്. ഓരോന്നും ഏതൊക്കെയാണെന്ന് ആദ്യം കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ പറയുന്ന സമയത്ത് ഫോർമുല ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരും. ദെൻ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ള ടോട്ടൽ കറണ്ട് അസറ്റ്സ് വേണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ്, കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അത് പ്രോബ്ലം ചെയ്യുക. ഓക്കെ, ആൻസറും ടെക്സ്റ്റ് തന്നെ ഉണ്ട്, മനസ്സിലാക്കിയാൽ മതി. കറണ്ട് അസറ്റ്സ് ലിസ്റ്റ് ചെയ്യുക, അത് മൊത്തം ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നോക്കൂ, കറണ്ട് അസറ്റ്സ് ആഡ് ചെയ്തു. അപ്പോൾ കിട്ടിയത് ഏതാണെന്ന് നോക്കൂ. മൊത്തം 3,50,000 കറണ്ട് അസറ്റ്സ് ഉണ്ട്. ദെൻ 2,00,000 കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. അത് തമ്മിൽ ഡിവൈഡ് ചെയ്തു. 1.75:1 എന്നുള്ള റേഷ്യോ കിട്ടി. ഓക്കെ, ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ദ കറണ്ട് റേഷ്യോ ഷോസ് ദാറ്റ് എവറി rupee 1 ഓഫ് കറണ്ട് ലയബിലിറ്റീസ് ദർ ആർ കറണ്ട് അസറ്റ് വർത്ത് ₹1.75. ഓരോ ₹1 കറണ്ട് അസറ്റിനും കറണ്ട് ലയബിലിറ്റിക്കും കറണ്ട് അസറ്റ് എത്രയുണ്ട്? 1.75 ഉണ്ട്. അത് മോശമായിട്ടുള്ള കാര്യമല്ല. ഓക്കെ, പക്ഷേ ഹെൻസ് ദ ഫേം വിൽ നോട്ട് ഫൈൻഡ് മച്ച് ഡിഫിക്കൽട്ടി ഇൻ മീറ്റിംഗ് ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ്. അതുകൊണ്ട് തന്നെ ₹1 കറണ്ട് ലയബിലിറ്റി കൊടുക്കാൻ ഇവർക്ക് എത്ര രൂപയുണ്ട്? 1.75 റുപ്പി ഉണ്ട് എന്നാണ് അതിന് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഷോർട്ട് ടേം ലിക്വിഡിറ്റി പൊസിഷൻ ഉണ്ട്, ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി ഉണ്ട്. ഡെപ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ വലിയ പണിയില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എടുക്കേണ്ടത്. നോക്കൂ, അവിടെ മെഷീനറി എടുത്തിട്ടില്ല. അതിൻ്റെ കാരണമാണ് അവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഫിക്സഡ് അസറ്റ് ആയതുകൊണ്ട്. അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, കാരണം കറണ്ട് അസറ്റ്സ് മാത്രമേ എടുക്കാറുള്ളൂ എന്ന് അറിയാം. അതിനടുത്ത് ലിമിറ്റേഷൻസ് ഓഫ് കറണ്ട് റേഷ്യോ. നോക്കൂ, ഇറ്റ് ഈസ് സ്ക്രൂഡ് റേഷ്യോ ബിക്കോസ് ഇറ്റ് മെഷേഴ്സ് ഓൺലി ദ ക്വാണ്ടിറ്റി ആൻഡ് നോട്ട് ദ ക്വാളിറ്റി ഓഫ് കറണ്ട് അസറ്റ്സ്. അപ്പോൾ അവർ പറയുന്ന ലിമിറ്റേഷൻ എന്താണെന്ന് നോക്കൂ. കറണ്ട് അസറ്റിൻ്റെ കേസിൽ ഈ ഒരു റേഷ്യോയിൽ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് അസറ്റ് മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. എന്ത് മെഷർ ചെയ്യുന്നില്ല? ക്വാളിറ്റി ഓഫ് കറണ്ട് അസറ്റ്സ് മെഷർ ചെയ്യുന്നില്ല. ഓക്കെ, ലിമിറ്റേഷന് പറയാനൊരു ലിമിറ്റേഷൻ. ഓക്കെ, അടുത്തത് ഇത് ഇത്ര ഈ കോളമാക്കുമ്പോൾ വരുന്നുള്ളൂ. ആ 1, 2, 3 എന്നുള്ളത് മാഞ്ഞു പോകുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഫേം മേ ബി ഫിനാൻഷ്യൽ ട്രബിൾ ബിക്കോസ് മോർ സ്റ്റോക്ക് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് വിച്ച് ആർ നോട്ട് ഈസിലി റിയലൈസബിൾ ഇൻ ടു ക്യാഷ്. അതായത് റേഷ്യോ ചിലപ്പോൾ ഫേവറബിൾ ആയിരിക്കും, പക്ഷേ ഫിനാൻഷ്യൽ ട്രബിൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. കാരണം മോർ സ്റ്റോക്ക് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് വിച്ച് ആർ നോട്ട് ഈസിലി റിയലൈസബിൾ ഇൻ ടു ക്യാഷ്. സ്റ്റോക്കും വർക്ക് ഇൻ പ്രോഗ്രസ്സും ഒക്കെ നമുക്കറിയാം കറണ്ട് അസറ്റായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കറണ്ട് അസറ്റായിട്ട് കണക്കാക്കുന്ന ഐറ്റംസാണ്. പക്ഷേ ഈ സ്റ്റോക്ക് കറണ്ട് അസറ്റ് ആണെന്ന് വിചാരിച്ച് കറണ്ട് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനുള്ള കറണ്ട് അസറ്റ് നമ്മുടെ ബിസിനസ്സിലുണ്ടെന്നും വിചാരിക്കാൻ കഴിയില്ല. കാരണം ഈ കറണ്ട് അസറ്റ് ക്യാഷായി കൺവേർട്ട് ചെയ്താൽ മാത്രമേ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ലിമിറ്റേഷനായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് അസറ്റ് എടുക്കുന്നുള്ളൂ, ക്വാളിറ്റി എടുക്കുന്നില്ല.
വെദർ ഇറ്റ് സെല്ല് ചെയ്തിട്ടുണ്ടോ, അത് സ്റ്റോക്കായി തന്നെ ഇരിക്കുകയാണോ എന്നുള്ളത് നോക്കിയിട്ടല്ല നമ്മൾ കറണ്ട് റേഷ്യോ ചെയ്യുന്നത്. മൊത്തത്തിൽ കറണ്ട് അസറ്റ് ഇത്ര ഉണ്ടെന്ന് മനസ്സിലാക്കുന്നേ ഉള്ളൂ. പക്ഷേ കറണ്ട് അസറ്റ് ക്യാഷായി മാറിയാലേ ഈ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലേ ഷോർട്ട് ടേം സോൾവൻസി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ആ ലിമിറ്റേഷൻ. ദെൻ സെക്കൻഡ് ലിമിറ്റേഷൻ, ഓൾ കറണ്ട് അസറ്റ്സ് ആർ ട്രീറ്റഡ് അലൈക്ക്. എല്ലാ കറണ്ട് അസറ്റിനെയും ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ എല്ലാം ഈസിലി ആയിട്ട് ക്യാഷായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല. ദെൻ എക്സാമ്പിൾ ഓർത്തുണ്ട്, ക്യാഷ് ആൻഡ് ബിൽസ് റിസീവബിൾ ആർ മോർ ലിക്വിഡ് വെൻ കമ്പയർഡ് ടു സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ്. കയ്യിലുള്ള ക്യാഷും അതേപോലെ ബിൽസ് റിസീവബിളും മറ്റുമൊക്കെ ഈസിലി ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഒരു ഐറ്റംസ് ആണ്. അതായത് മോർ ലിക്വിഡാണ്. പക്ഷേ എന്തിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഈ സ്റ്റോക്കും മറ്റ് ഡെപ്റ്റേഴ്സും ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവ മോർ ലിക്വിഡാണ്. പക്ഷേ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ ക്യാഷിനെ സംബന്ധിച്ചിടത്തോളം അത്ര ലിക്വിഡല്ല. കാരണം കയ്യിൽ ക്യാഷ് ഉള്ളതും കയ്യിൽ ഡെപ്റ്റേഴ്സ് ഉള്ളതും വ്യത്യാസമില്ലേ. ആ ഡെപ്റ്റേഴ്സ് പൈസ തന്നാലല്ലേ ഈ ലിക്വിഡായിട്ട് ക്യാഷ് കയ്യിലുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഒരു വേർതിരിവും ഇല്ലാതെ എല്ലാ കറണ്ട് അസറ്റ്സിനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് തേർഡ് ലിമിറ്റേഷൻ പറയുന്നത്. ദെൻ അടുത്തത് ഒരു ടേമാണ് വിൻഡോ ഡ്രസ്സിങ് എന്നുള്ളത്. അതൊന്ന് പഠിച്ചു വയ്ക്കുക. വിൻഡോ ഡ്രസ്സിങ് എന്താ വെച്ചാൽ, വിൻഡോ ഡ്രസ്സിങ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ഇംപ്രൂവിങ് ദ കറണ്ട് റേഷ്യോ ത്രൂ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ടിങ്. ഈ വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ ആ ഒരു വേർഡ് ഇവിടെ മാത്രമല്ല യൂസ് ചെയ്യുക കേട്ടോ. മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ടിങ് നടക്കുന്നത് എവിടെയോ അതിനെയാണ് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. അതായത് കറണ്ട് റേഷ്യോ നമുക്കറിയാം, ഹൈ കറണ്ട് റേഷ്യോ ഷോസ് ഹൈ ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി ഓർ ഹൈ സോൾവൻസി പൊസിഷൻ ഓർ ഹൈ ലിക്വിഡിറ്റി പൊസിഷൻ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ കമ്പനീസിന് എന്തിന് ചാൻസ് ഉണ്ട്? അവർ മാനിപ്പുലേറ്റിംഗ് their current ratio and shows that they have much debt paying capacity or more liquidity position എന്നുള്ളത് അവർ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിൻഡോ ഡ്രസ്സിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. വിൻഡോ ഡ്രസ്സിങ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ കറണ്ട് റേഷ്യോ. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ഇംപ്രൂവ്മെൻ്റ് ആണ്. കറണ്ട് റേഷ്യോയിൽ നമ്മൾ ചെയ്യുന്ന മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ഇംപ്രൂവ്മെൻ്റ് ആണ്. ഓക്കെ, അതായത് ആക്ച്വലി അത്ര കറണ്ട് റേഷ്യോ ഇല്ല, നമ്മൾ കൂട്ടി വയ്ക്കുന്നു. ദെൻ ഏതൊക്കെ രീതിയിലാണ് വിൻഡോ ഡ്രസ്സിങ് നടക്കുന്നത് നോക്കൂ. ഇൻക്രീസിങ് ദ ഇൻവെൻട്രി വാല്യൂ കൂട്ടി വയ്ക്കുക. ദെൻ ഫിക്സഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്നത്, ക്യാഷിന് പർച്ചേസ് ചെയ്യുന്നത് എന്ത് ചെയ്യും? മാറ്റി വയ്ക്കും. എന്നിട്ട് കടത്തിന് പർച്ചേസ് ചെയ്യും. അപ്പോൾ കടത്തിന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. ഓക്കെ, പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഫോർ ക്യാഷ്. ദെൻ സെല്ലിങ് എ ഫിക്സഡ് അസറ്റ് ഫോർ ക്യാഷ്. ഫിക്സഡ് അസറ്റ് ക്യാഷിന് വിൽക്കുന്നു, അപ്പോൾ ക്യാഷ് കയ്യിൽ വരും. ഡിലേയിങ്, അതായത് കയ്യിൽ വിൽക്കുന്നു എന്നുള്ളതല്ല, അങ്ങനെ വിറ്റതായിട്ട് കാണിക്കുന്നു, കണക്കിൽ കാണിക്കുന്നു. അതല്ലേ വിൻഡോ ഡ്രസ്സിങ്. മാനിപ്പുലേറ്റ് ചെയ്യല്ലേ, ആക്ച്വലി നടക്കുന്നതല്ല. ഡിലേയിങ് പർച്ചേസ് ഓഫ് ഇൻവെൻട്രി ഓൺ ക്രെഡിറ്റ്. കടത്തിന് ഇൻവെൻട്രി വാങ്ങുന്നത് ഡിലേ ചെയ്യുന്നു. ഇഷ്യൂയിങ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. പേയിങ് ഓഫ് കറണ്ട് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുന്നു. ആൻഡ് കൺസിഡറിങ് ഷോർട്ട് ടേം ലയബിലിറ്റീസ് ആസ് ലോങ് ടേം ഡെപ്റ്റ്സ്. ചെറിയ ലയബിലിറ്റീസ് ഉണ്ടാവും, ഷോർട്ട് ടേം ലയബിലിറ്റീസ് ഉണ്ടാവും, അതിനെ ലോങ് ടേം ഡെപ്റ്റ്സ് ആയിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് മാനിപ്പുലേറ്റ് ചെയ്യാറുള്ളത് കറണ്ട് റേഷ്യോ.